ചെവള രാഘവനുമായുള്ള വിവാഹത്തിന് അർച്ചനയെ നിർബന്ധിക്കുന്ന രേവതി. ആരെങ്കിലും തുള്ളിയ ജീവനുണ്ടെങ്കിൽ തന്റെ കഴുത്തിൽ താലി കെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന് അർച്ചന. ഒരു വർഷത്തെ സമയം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നിരഞ്ജനയുമായുള്ള വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്ന കാര്യം സുധിയോട് പറയുന്ന ജയന്തി. ആഗ്രഹിക്കാൻ പാടില്ലെന്നാണോ നീ പറയുന്നത്? അർച്ചനയെ പെണ്ണു കാണാനായി ചെവള രാഘവനെത്തുന്നു. രാത്രി മഴ തുടരുന്നു. അയാളാണോ ചേച്ചിയെ കാണാൻ വന്നേ? ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ കണ്ടു. ഒരു വൃത്തിയായിട്ട് ഗുണ്ട തന്നെ. ഇങ്ങനെ ഒരുത്തിനെ വിളിച്ചോണ്ട് വരാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു? മിണ്ടായിരടി. വേണ്ട, അച്ചുവേച്ചി അയാളുടെ അടുത്തേക്ക് പോണ്ട. നിനക്ക് എന്താണ് നാശം? ഭ്രാന്ത് പിടിച്ചോ? അച്ചുവേച്ചിയെ ഞാൻ വിടില്ല. അച്ചുവേച്ചി അയാള് കാണണ്ട. വസത്ത് എന്നോടല്ലേ മിണ്ടരെന്ന് പറഞ്ഞ? മാമോളെ അങ്ങോട്ട് മാറിയില്ലടി. ചായ കൊടുത്തവരെ പറഞ്ഞു വിടണം. വാ. അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയെ കുറച്ച് പ്രയാസമുള്ളൂ. സ്ഥലം കൊള്ളാം. സെന്റിന് എന്താ വില? സ്ഥലത്തിനനുസരിച്ചാ വില. 10 ഏക്കർ വാങ്ങിയിട് രാഘവ. രാജപ്പ നോക്കിക്കോളും. വരട്ടെ, അതിനൊക്കെ സമയമുണ്ടല്ലോ. നല്ല സൗകര്യമുള്ള വീടാണല്ലോ. അതല്ലേ കണ്ടിട്ട് വിട്ടുകളയാൻ തോന്നാത്തത്. മനസ്സിന് പിടിച്ച കിട്ടുന്ന വിലയ്ക്ക് വാങ്ങണം. രാജപ്പന് മക്കൾ 3 അല്ലേ? അത് പിന്നെ നിങ്ങളോട് മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ കാണാൻ വന്നത് ശ്യാമളയുടെ സഹോദരിയുടെ മോളെയാ. ഓ. അച്ഛനും അമ്മയും പുഴയിൽ വീണ് മരിച്ചുപോയി. അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഞാനാ. എനിക്ക് അവൾ സ്വന്തം മോളാ. രായപ്പൻ അവളെ വിളിക്ക്. ആ, ശ്യാമളെ, അവളെ കൂടി വിളിക്ക്. ശ്യാമളെ, മോളെ വിളിക്ക്. മോളെ, നീ എന്താ സ്വപ്നം കാണുവാണോ? ചായ കൊണ്ട് കൊടുക്ക്. എന്താടി നോക്കി നിക്കുന്നേ? നിന്നെ കെട്ടാൻ പോകുന്നവന് കൊണ്ട് കൊടുക്കടി. നിന്ന് തിരുവാതിര കളിക്കാതെ ചെല്ല്. മോള് ചെല്ലേ, കുഞ്ഞമ്മ ഇതൊക്കെ എടുത്തോണ്ട് വരാം. ചെല്ല്. ഇപ്പൊ എന്തായടി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയില്. കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. ദുഷ്ടം. ഇടയിൽ നിന്ന് ബഹളം വെക്കാതെ ഇതൊക്കെ എടുത്തോണ്ട് വാ. അങ്ങോട്ട് കൊടുക്കുമോളെ. എല്ലാവർക്കും ചായ എടുത്ത് കൊടുമോളെ. നിൽക്കുമോളെ. കണ്ടല്ലോ, ഇതാ എൻ്റെ മൂത്ത മോള്. നിനക്ക് അവളോടൊന്നും ചോദിക്കാനില്ല രാഘവ? എന്താ നിന്റെ പേര്? അർച്ചന. ഞാൻ രാഘവൻ. ചെവള രാഘവൻ എന്നാ വിളിപ്പേര്. കോയമ്പത്തൂർ വർക്ക്ഷോപ്പ് എടുത്താ. ഞാനിവൻ്റെ അമ്മാവനാ മോളെ. രാഘവന് സ്വന്തമായി 3 ലോറിയുണ്ട്. വലിയ മുതലാളിയാ. ഇരിപ്പ് കണ്ടില്ലേ? അതിൻ്റെ ഒരു ഭാവവുമില്ല.
കേട്ടോ രാജപ്പ, അവിടുന്ന് കുറേ നല്ല ആലോചനകൾ വന്നതാ ഇവന്. പെങ്കൊച്ച് നാട്ടിൽ നിന്ന് മതിയെന്ന് ഇവന്റെ അമ്മയ്ക്കൊരു നിർബന്ധം. അപ്പോഴാ ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന കാര്യം ഇവള് പറയുന്നത്. സത്യം പറയാലോ, അർച്ചനെ ആദ്യം കണ്ടപ്പോഴേ രാഘവൻ ആലോചിച്ചാലോന്ന് ഞാൻ ചിന്തിച്ചതാ. അങ്ങനെ ആ രായപ്പൻ ചേട്ടനോട് ചോദിച്ചത്. കല്യാണം എന്ന് പറയുന്നത് അങ്ങനെയാ, സമയമാകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് മുമ്പിൽ വരും. അത് സത്യം. അല്ലെങ്കിൽ രായപ്പൻ ചേട്ടന് വീട് വാങ്ങാൻ തോന്നാനും ഈ നാട്ടിലോട്ട് വരാനും മനസ്സ് വരുവോ? അല്ലേ ശ്യാമള ചേച്ചി? ആ മോളകത്തേക്കല്ലേ. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കും. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? കോയമ്പത്തൂർ എത്താനുള്ളതാ. ഇറങ്ങാൻ രാഘവ, നീ ധൃതി വെക്കാതെ. പിന്നെ രാഘവന്റെ നാവീന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടത് തന്നെ മഹാഭാഗ്യം. അർച്ചന ഭാഗ്യമുള്ള പെണ്ണ്. അർച്ചന കണ്ട ഇവൻ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളോണ്ടല്ലേ ഞാൻ വിളിച്ചോണ്ട് വന്നത്. കാണുന്നത് പോലൊന്നും അല്ല, കാഴ്ചയിൽ മുരുടനായിട്ട് തോന്നുമെങ്കിലും മനസ്സ് വെണ്ണയാ. എന്നാ പിന്നെ ഇറങ്ങട്ടെ? ആ, പോകാൻ നേരം ശ്യാമള ചേച്ചിയുടെ അടുത്ത് യാത്ര ചോദിച്ചത് കണ്ടില്ലേ? എന്തായാലും നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഞങ്ങൾ പോയെന്ന് അർച്ചനോടൊന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. എന്താ രാജപ്പ വിശേഷിച്ച്? ബന്ധുക്കളാണോ? ബന്ധുക്കളാവാൻ പോകുന്നവരാ. ആ, കാർത്തിയാനി ഉണ്ടല്ലോ. ആ, ആരയാള്? അയൽക്കാരനാ, മണിയാശ. രായപ്പൻ ചേട്ടന്റെ മൂത്ത മോളെ പെണ്ണ് കാണാൻ വന്നതായി പയ്യൻ. തെങ്കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോവാ. അല്ല, അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങൾ വണ്ടിയിലോട്ട് കയറ്. സംസാരമൊക്കെ ഇവളുടെ കടയിൽ ചെന്നിട്ടാവാം. ആ, ഞാനിവരെ യാത്രയാക്കിട്ട് വരാം. ശരി. ഇവനെപ്പോലെ ഒരുത്തന്റെ കയ്യില് ആ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ രാജപ്പൻ എങ്ങനെ തോന്നി? അച്ചുവേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചതിയാണെന്ന്. ഇനിയെങ്കിലും ചേച്ചി ഒരു തീരുമാനം എടുക്കണം. ഇവിടുന്ന് പോവാൻ നോക്ക്. എവിടേക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോവാം. അപ്പോ ഈ കല്യാണത്തിന് തലവെച്ചു കൊടുക്കാനാണോ ചേച്ചിയുടെ തീരുമാനം? അതുണ്ടാവില്ല. അതിനേക്കാൾ നല്ലത് എന്റെ മരണവും. നീ എന്താടി പറഞ്ഞത്? നീ മരിച്ചു കളയുന്നോ? എങ്കി അങ്ങനെ ചെയ്യടി. നിന്നെ കൊണ്ടുള്ള ഞങ്ങളുടെ ദുരിതം അതോടെ തീർന്നു കിട്ടും. മനസമാധാനത്തോടെ ഞങ്ങൾക്ക് ഈ മലയിറങ്ങാം. എന്താ എന്താ ഇവിടെ? ഓ, അച്ഛനെ വീണ്ടും നാണം കെടുത്താനാ ഇവളുടെ ശ്രമം. അയാളെ ഇവൾക്ക് ഇഷ്ടമായില്ലെന്ന്. അയാൾക്ക് സൗന്ദര്യം പോരാന്ന് കണ്ടുപിടിച്ചതേ ഇവളാ. പിന്നെ ആരെയാടി നീ കിനാവ് കണ്ടത്? സിനിമാ നടന്മാരാരെങ്കിലും നിന്നെ കെട്ടാൻ വരുമെന്നോ? ഇന്ന് വന്ന ആളാണെങ്കിൽ നീ സമ്മതിക്കൂ? എന്താ സമ്മതിച്ചാല്? ഒരു ലോറി ഡ്രൈവറുടെ കുടുംബത്തിലേക്ക് ഇതിലും വലിയ ഏത് ബന്ധമാ വരാൻ പോകുന്നേ? ഞാൻ അയാളെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ എപ്പ വേണമെന്നാടി? നിന്റെ താഴെ 2 പെൺകുട്ടികളാണെന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടോ? അച്ചുവച്ചിക്ക് ജോലി കിട്ടും. ജോലി? ഇനി അത് മിണ്ടി പോരുത്. അതിന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെ മണ്ടന്മാരാക്കാന്ന് ഇനി നീ കരുതണ്ട. നീ ടെസ്റ്റ് എഴുതിയതിന് എന്ത് തെളിവാടിയുള്ളത്? പച്ച കള്ളോ അമ്മേ. അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ട് അവള് ടെസ്റ്റ് എഴുതിയെന്ന് ആരെ വിശ്വസിക്കും? അയാൾക്ക് അത്ര യോഗ്യതയുണ്ടെങ്കിൽ നിനക്ക് കെട്ടിച്ചേരാൻ അച്ഛനോട് പറയടി. സ്വന്തമായിട്ട് 3 ലോറിയുള്ളവന്റെ ഭാര്യയാവാൻ നിനക്ക്. അച്ഛൻ അതിന് തയ്യാറായ എനിക്ക് സമ്മതമാടി. ഞങ്ങൾക്കിത് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ബന്ധമാ. വർഷങ്ങളായി വളയം പിടിച്ചിട്ടും ഇന്നും കൂലിക്കാരനാ അച്ഛൻ. 3 നേരം വെട്ടി വിഴുങ്ങുന്ന നിനക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എത്ര തുള്ളിയാലും നിന്റെ ആഗ്രഹം നടക്കില്ല. അച്ചു ചേച്ചി ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എടി നാശം പിടിച്ചവളെ, തൊട്ടുപോരുതന്നെ. ആദ്യം കൊന്നു കളയേണ്ടത് നിന്നെ. എന്നെ കൊല്ലടി. തമ്മി തല്ലി തലകീറി ചത്തോ? എന്റെ ദൈവമേ, ഇതെന്തൊരു വിധിയാണോ? ഇറങ്ങി പോടി.
ഇറങ്ങി പോകാനാ പറഞ്ഞ. അമ്മ ഇവിടെ നിലയ്ക്ക് നിർത്തണം. നിലയ്ക്ക് നിൽക്കേണ്ട നീയാ. രേവതി, നിന്നോട് പോകാനാ പറഞ്ഞ. പോടി. ഇവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യുന്നടി? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് കണ്ടോ? ഇതിനെയൊക്കെ പെറ്റതും വളർത്തിയതുമാണോ ഈശ്വര ഞാൻ ചെയ്ത കുറ്റം? ഈ വിവാഹം നടത്താൻ അമ്മയ്ക്ക് നിർത്തിയായിരുന്നു. മിണ്ടി പോരുത് നീ, കുടുംബദ്രോഹി. ആ ഇങ്ങനെ പിടിപ്പിക്കല്ലേ രാഘവ, ഉള്ളു കത്തിപ്പോ. വണ്ടി കത്താൻ വേണ്ടിയാണോടി ടാങ്കിലോട്ട് എണ്ണ അടിക്കുന്നത്? കത്തുന്ന എണ്ണയാ, ഓടുന്നത് വണ്ടിയും. അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു സ്വയംഭ സാധനം ഞാൻ കഴിച്ചിട്ടില്ല കാർത്തിയായനെ. താനിപ്പോ കൊറേ ആയല്ലോ. കളവാ, കോയമ്പത്തൂർ വരെ പോകണ്ടതാ. വഴിയിൽ വീണാ കളഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അല്ല, ചെവള പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ, അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ. പെണ്ണിനെ എനിക്ക് എപ്പോൾ തരുമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം കൊണ്ടുപോകാനും ഞാൻ റെഡിയാണ്. അത് വേണ്ട, 1 മാസത്തിനുള്ളിൽ കെട്ട് നടത്താം. അതിനെന്തിനാ 1 മാസം? രായപ്പൻ ചേട്ടൻ അവളെ ഇങ്ങ് തന്നേക്ക്. നേരം വെളുക്കുമ്പോൾ അവളെയും കൊണ്ട് ഞാൻ കോയമ്പത്തൂർ പിടിക്കും. അതൊന്നും പറ്റത്തില്ല രാഘവ. കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ലയോ. മൂത്ത പെണ്ണ് എവിടെയെന്ന് ചോദിച്ചാൽ രായപ്പേട്ടൻ നാട്ടുകാരോട് എന്തു പറയും? അവളൊരു പണി കിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ പോരെ. രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം വരുമ്പോഴോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്കങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടിയിരിക്കണം. കാർത്തിയാനിക്ക് അറിയാലോ എന്നെ. കൊതിപ്പിച്ചിട്ടൊടുക്കം വാക്ക് മാറിയാ എന്റെ വിധവും മാറും. നീ തിടുക്കം കാട്ടാതെ, ഞാനല്ലേ പറയുന്നേ. രായപ്പൻ ചേട്ടന് കാശ് എത്ര വേണോന്ന് എന്നോട് പറ. എനിക്ക് അവളെ കിട്ടിയാൽ മതി. കണ്ടു കൊതിച്ചു പോയി. ഒരു സെക്കൻഡ് ഹാൻഡ് ലോറി വാങ്ങാനുള്ള കാശ് ഞാൻ അങ്ങ് തരും. എന്താ, അതുപോലെ പെണ്ണിനെ കൈ കിട്ടിയാലുടൻ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. സമ്മതിച്ചു. എത്രയും പെട്ടെന്നൊരു തീയതി ഞാൻ വിളിച്ചറിയിക്കാം. ഒരു വണ്ടി കൊള്ളുന്ന ആളുമായിട്ട് ചെവിടെ ഇങ്ങ് പോന്നാ മതി. ചെവിടെ ഇനിയുള്ള നിന്റെ വരവ് മണവാളനായിട്ടാ. അപ്പോ എല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ നമ്മൾ ഉറപ്പിച്ചു. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, ഇറങ്ങട്ടെ. പിന്നെ തീയതി നീണ്ടുപോയേക്കരുത്. ഇല്ലെന്നേ, നീ ചെല്ലി രാഘവ. രാജപ്പനല്ലേ പറയുന്നേ. എന്നാ ശരി, പോട്ടടി. പിന്നെ വെറുതെ അങ്ങ് പറഞ്ഞാ പോരാ. ഇനി എല്ലാം രായപ്പേട്ടന്റെ കയ്യിലായിരിക്കും. അവൻ പെണ്ണിനെ കണ്ട് മോഹിച്ചാ പോയത്. പെണ്ണിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. രാഘവനെ പോലെ ഒരുത്തനെ സ്വീകരിക്കാൻ അവള് തയ്യാറായെന്ന് വരില്ല. അവള് കണ്ണ് വെട്ടിച്ച് കടന്നാൽ അതിന്റെ ദോഷം രായപ്പേട്ടനാ. രാഘവനെ തടയാൻ പിന്നാർക്കും കഴിയും. പിണങ്ങിക്കഴിഞ്ഞ തനി കാട്ടുപോത്താവും. ചേട്ടന്റെ 2 പിള്ളാരെയും കൊണ്ടേ അവനങ്ങ് പോകും. നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതിരി. അതെ, ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെ ഒരു ആപത്ത് വരാതിരിക്കാൻ ചേട്ടനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. ശരിക്കും പറഞ്ഞ രായപ്പേട്ടൻ ഇപ്പോ ഒരു കുരുക്കില്ല. ആ പെണ്ണ് കൈവിട്ടു പോയെന്നറിഞ്ഞ അവൻ വിരളി വിളിച്ചു വരും. പിന്നെ ഇപ്പൊ കണ്ട ചെവളയായിരിക്കത്തില്ല. അങ്ങനെയൊന്നും സംഭവിക്കലടി. ഞാൻ എന്ത് തീരുമാനിച്ചോ അത് നടത്തിയിരിക്കും. അത് നടന്ന രായപ്പേട്ടന് സ്വന്തമാകാൻ പോകുന്നത് ഒരു ലോറിയാണ്. വെറുതെ വാക്കുകൊടുത്ത് മോഹിപ്പിക്കുന്ന സ്വഭാവം രാഘവനില്ല. അവന്റെ വാക്ക പ്രവർത്തനം. അനുഭവം കൊണ്ടാ ഞാനിത് പറയുന്നത്. രായപ്പൻ ചേട്ടനെ, ഇതിപ്പോ നല്ല സമയമാ. നല്ല കാലം തെളിയുമ്പോ ഈ പാവത്തിനെ മറന്നേക്കല്ലേ. അത് നീ പ്രത്യേകിച്ച് പറഞ്ഞോടി കാർത്തിയാനി. രാഘവൻ അവളെ കൂടെ റോസ്മല വിട്ട
രൂപ 50,000 ഞാൻ നിന്റെ കൈവടയിലോട്ട് വച്ചു തരും. ചിലപ്പോൾ അതിലും കൂടുതൽ. രാജപ്പനും വാക്കും ഒന്നേ ഉള്ളടേ. നീ എവിടെ നിന്ന്? വിശ്വേട്ടൻ ഇപ്പൊ അവനോടൊന്നും പറയണ്ട. എനിക്ക് അവനോട് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അറിഞ്ഞ ഒരു വിവരം കണ്ടപ്പോ പറയാമെന്ന് വെച്ചു. അതിന് നീ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. എന്താ വിശ്വേട്ടൻ കേട്ടത്? ഡ്രൈവർ രാജപ്പന്റെ കുടുംബത്തിൽ ഇന്നൊരു വിശേഷം നടന്നു. അയാളുടെ മൂത്ത മകളുടെ കല്യാണമായിരുന്നു. ആരുടെ? അർച്ചനയുടെയോ? രാജപ്പന്റെ മൂത്ത മോള് പിന്നെ ആരാ? സഹായം ചോദിച്ചു വന്ന കാര്യമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ശരിയാണല്ലോ. ആ, നീ ഇത് കേട്ടൊന്നും വിശ്വസിക്കണ്ട. കോയമ്പത്തൂരുള്ള ഒരു ലോറി ഡ്രൈവർ അവളെ കെട്ടിക്കൊണ്ട് പോയത്. ഇപ്പോ പെണ്ണും ചെറുക്കനും കോയമ്പത്തൂരിലേക്കുള്ള യാത്രയില്ല. അവിടെ പോയി അന്വേഷിക്കാൻ ഇനി വല്ല പ്ലാനും ഉണ്ടോ? മതി പറഞ്ഞത്. ഇനി എന്താ നിന്റെ അടുത്ത പരിപാടി? പരീക്കുട്ടിയെ പോലെ മാനസമയനെയും പാടി ജീവിക്കാനാണോ? വിശ്വേട്ടാ, ഒരച്ഛനായ ഞാൻ പിന്നെ എന്ത് പറയണം? നിലയ്ക്ക് നിർത്താൻ പറ്റുമോ നിനക്ക്? എത്ര നല്ല ആലോചനയാ വന്നത്. തലവര എന്ന് പറയുന്ന വെറുതെ ഒന്നുമല്ല. ആര് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നല്ല കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാൻ യോഗം വേണം. അതിന് വിവാഹം വേണ്ടെന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ആ പ്രപ്പോസൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാനത് വിശ്വേട്ടനോട് പറയാതിരുന്നതാ. പോകുന്ന പോക്ക് കണ്ടില്ലേ? തമിഴ്നാട്ടിലേക്ക് അയച്ച സീഡുകളെ കാണാനായിരിക്കും. എന്തായാലും അതങ്ങ് ഏറ്റു. പഴനിക്ക് പോയാലെന്നൊരു ചിന്ത അവനുണ്ടായിരുന്നു. ശബരി അത് തടഞ്ഞു. സുധി അവനെ വിശ്വസിക്കുന്നതാ ആകെയുള്ളൊരാശ്വാസം. ആ, പിന്നെ രാജപ്പൻ വിളിച്ചിരുന്നു. കോയമ്പത്തൂരിൽ നിന്നൊരു പയ്യനും കൂട്ടരും വന്ന് അവളെ കണ്ടിട്ട് പോയത്. അതൊരു നല്ല വാർത്തയാ. ഉടനെ രാജപ്പൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അന്ന് തന്നെ കല്യാണം നിശ്ചയിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. അവളുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായാൽ തന്നെ രാജപ്പൻ അതിനെ ചവിട്ടി അമർത്തില്ലേ? ഹോ, എത്രയും വേഗം ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അത് നടക്കും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ നിന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല. എന്താ വൈകി? അതെ, രാവിലെ അവരുടെ പോയതല്ലേ? അതേടി, എന്തേ? നിങ്ങളെന്തിനാ ചൂടാവുന്നേ? നേരെ എത്രയായിട്ടും കാണാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു കല്യാണം അവൻ തലേ കയറിയത്. വീടിനകത്തിരുന്നാൽ നടക്കുവോ? ഒരു കൂട്ടരെ വിളിച്ച് പെൺകുട്ടിയെ കാണിച്ചാൽ പിന്നെ പിടിച്ച വഴിക്കും നിൽക്കില്ല. കല്യാണത്തിലെ തീരൂ. അതറിഞ്ഞിട്ടാ ഉടനെ ആലോചനയൊന്നും കൊണ്ടുവരണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത്. അവരെന്ത് പറഞ്ഞച്ചാ? നമ്മുടെ ഭാഗ്യം കൊണ്ട് രാഘവനും അമ്മാവനും വീടും ചുറ്റുപാടും ഒക്കെ പിടിച്ചു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമായോ? ഒരു പെണ്ണെടുക്കാൻ ആരെങ്കിലും ഈ നാട്ടിലോട്ട് വരൂ? ആ തിരിച്ചറിവ് അച്ഛനുണ്ടല്ലോ. പിന്നില്ലാതെ ഗതികേട് കൊണ്ടല്ലടി നമ്മൾ ഈ മല കയറിയത്. എന്തെങ്കിലും ചോദ്യമോ പറച്ചിലോ മറ്റോ ഉണ്ടായോ? അമ്മാവനെ വിളിച്ച് മാറ്റി നിർത്തി ഞാനത് സൂചിപ്പിച്ചു. രാജപ്പന് പറ്റുന്നത് ചെയ്യാനാ അയാൾ പറഞ്ഞത്. സ്ത്രീധനക്കാശ് കൊണ്ട് രാഘവന് ജീവിക്കണ്ടെന്ന് ഒരു താങ്ങും. എങ്കിലും നമുക്ക് കഴിയുന്നത് ചെയ്യേണ്ട മോളെ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആ കുടുംബത്തിലോട്ട് വെറും കൈയോടെ ഒരു പെണ്ണിനെ അയച്ചാൽ അതിന്റെ നാണക്കേട് നമുക്കാ. ഇനിയൊരു കല്യാണം വരുമ്പോ കൂടെ നിന്ന് സഹായിക്കേണ്ടവനാ രാഘവൻ. 25 പവനും 5 ലക്ഷം രൂപ സ്ത്രീധനവും തരുമെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. 25 പവനും 5 ലക്ഷം രൂപയോ? നിങ്ങൾ എന്ത് കണ്ടിട്ടാ മനുഷ്യൻ അങ്ങനെ പറഞ്ഞ്? പിന്നെ ഞാനെന്ത് പറയുമടി? കൊട്ടാരം പോലൊരു വീട്ടിലേക്കാ അവൾ അയക്കുന്നത്. കോടികളുടെ ആസ്തി അവന്. ആ കാർത്തിയാനി ഒറ്റ ഒരുത്തി കാരണമാ അവനിങ്ങോട്ട് വന്നത്. താഴെ 2 പെൺകുട്ടികളുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? എനിക്കിപ്പോ വേണ്ടത് ഈ വിവാഹം നടന്നു കാണുക. ഒന്നിനെ ഇറക്കിയ അത്രയും ആശ്വാസമായി. പക്ഷെ കാശ് വേണ്ടേ അച്ഛാ? ആ,
മറിക്കാനും തിരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. അച്ഛന് ആരോഗ്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല മോളെ. പിന്നെ തിങ്കളാഴ്ച അങ്ങോട്ട് പോകാനാണ് തീരുമാനം. അവിടെ വച്ച് വാക്ക് പറയും. അതിനു മുമ്പ് അച്ഛൻ അച്ചുവേച്ചിയുടെ സമ്മതം ചോദിക്കണം. അവളോടെന്തിനാ ഞാൻ സമ്മതം ചോദിക്കുന്നേ? പിന്നെ അച്ഛൻ തീരുമാനിച്ചാൽ മതിയോ? അവർ വന്നുപോയ ശേഷം തുടങ്ങിയതാ അച്ഛ. അയാൾക്ക് സൗന്ദര്യം പോരാന്നാ ഇവള് പറയുന്നേ. എരണം കേട്ടവളെ, വിളിക്കണേ അവളെ. ഇന്ന് രണ്ടിലൊന്നും അറിയണം. എടി അർച്ചനെ, നിങ്ങൾ ബഹളം ഒന്നും ഉണ്ടാക്കരുത്. എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടല്ലോ. പരിഹാരം എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കിത് അറിയാം. SP മോന്റെ സൗന്ദര്യം വെച്ചാണോടി നീ ആണുങ്ങളെ വിലയിരുത്തുന്നത്? സ്വപ്നവും നല്ലടി ജീവിതം. നീ ഒരു സ്വപ്നം കണ്ടതിന്റെ ഫലമാ ഞാനും എന്റെ മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പ്രതീക്ഷിക്കുന്ന സൗന്ദര്യമൊന്നും അവനില്ലെങ്കിലും നല്ലൊരു മനസ്സുണ്ട്. ഒരു ലോറി ക്ലീനറായി തുടങ്ങി സ്വന്തം അധ്വാനം കൊണ്ടാ അവനെ നിലയിലെത്തിയത്. രേവതിക്ക് വേണ്ടി അവനെ ആലോചിച്ചാലോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചതാ. പക്ഷെ പേരുദോഷം കേൾപ്പിച്ച് ജീവന് ഭീഷണിയുമായി നീ ഇവിടെ നിൽക്കുമ്പോ അത് വേണ്ടത് ഞാൻ വച്ചു. അച്ചുവേച്ചിക്ക് പറയാനുള്ളത് പറ. ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചോണ്ട് വരുമ്പോ അത് മുടക്കാനായിട്ട് വേണ്ട. ഞാനൊന്ന് തീരുമാനിച്ചാൽ നടത്തിയിരിക്കും. നീ ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡിലും എന്റെ മക്കളുടെ ഭാവി തുലാസില. എന്നിൽ നിന്ന് ഒരു ദ്രോഹം ഉണ്ടാവില്ല. എന്റെ ജീവിതം എന്റെ അനിയത്തിമാർക്ക് വേണ്ടിയുള്ളത്. ചിറ്റപ്പൻ എന്നെ വിശ്വസിക്കണം. Yeah.